നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നടപടികളുമായി യോഗി സർക്കാർ. യുപിയിൽ സ്ത്രീ സുരക്ഷയ്ക്കായി യോഗി സർക്കാർ രൂപീകരിച്ച പൂവാല വിരുദ്ധ സ്ക്വാഡ് പണി തുടങ്ങി. BJPയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായ ആന്റി റോമിയോ സ്ക്വാഡിന്റെ ലക്ഷ്യം പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താനെന്ന് സംസ്ഥാന പോലീസ് മേധാവി ജാവേദ് അഹമ്മദ്. കോളേജുകൾക്ക് സമീപവും മാളുകളിലും പാർക്കുകളിലും പ്രത്യേക സംഘം പട്രോളിംഗ് നടത്തി. ലക്നൌവിൽ നിന്ന് 3 പേരെ അറസ്റ്റ് ചെയ്തതായും വിശദീകരണം. അതേസമയം സ്ത്രീ സുരക്ഷയ്ക്കായി രൂപീകരിച്ച ആന്റി റോമിയോ സ്ക്വാഡ് സദാചാര പോലീസാകുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ. BJPയുടെ മറ്റൊരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ അനധികൃത അറവുശാലകൾക്കെതിരെയുള്ള നടപടികൾക്കും തുടർച്ച. പശുക്കടത്തും നിയമം പാലിക്കാത്ത അറവുശാലകളും അടച്ചുപൂട്ടാൻ പോലീസിന് കർശന നിർദ്ദേശം. അതിനിടെ സംസ്ഥാനത്ത് നിരവധി അറവുശാലകൾക്ക് തീയിട്ട് ഗോസംരക്ഷണ പ്രവർത്തകർ. കൃഷ്ണദാസിന് ജാമ്യമില്ല. ലക്കിടി കോളേജ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ P. കൃഷ്ണദാസിന് ജാമ്യമില്ല. ചെയർമാനു പുറമെ 5-7 പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളി വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി. 6ാം പ്രതി സുകുമാരന് ഉപാധികളോടെ ജാമ്യം. ചെയർമാനെതിരായ പരാതി ലക്കിടി ജവഹർലാൽ ലോ കോളേജിലെ അനധികൃത പണപ്പിരിവ് ചോദ്യം ചെയ്ത വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിനും രക്ഷിതാവിനെ ഭീഷണിപ്പെടുത്തിയതിനും വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ റിമാൻഡ് ഏപ്രിൽ 3 വരെ. അതേസമയം ജിഷ്ണു കേസിൽ കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി ഹൈക്കോടതി. വികാരത്തിനടിമപ്പെട്ട് വിധി പറയാനാകില്ല. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്തെന്നും കോളേജിൽ കയറാൻ കഴിയാത്ത കൃഷ്ണദാസ് എങ്ങനെ തെളിവ് നശിപ്പിക്കുമെന്നും കോടതി. മഹേഷിന്റെ പ്രതികാരം. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ ആക്ഷേപമുന്നയിച്ച യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CR മഹേഷ് പാർട്ടി വിട്ടു. കോൺഗ്രസിൽ ചീഞ്ഞുനാറി നിൽക്കാനിൽ നിന്നും വ്യക്തമാക്കിയ മഹേഷ് തിരഞ്ഞെടുപ്പ് തോൽവികൾക്ക് കാരണം പാർട്ടി അംഗങ്ങളെന്നും ആരോപിച്ചു. രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ CR മഹേഷിനെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ദേശീയ നേതൃത്വം. അതിനിടെ പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടിയുമായി ഉമ്മൻചാണ്ടിയും രമേശും. താൽക്കാലികമായ തിരിച്ചടികളിൽ നിന്ന് മടങ്ങി വരാൻ പാർട്ടിക്ക് കരുത്തുണ്ട്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യമെന്നും ഉമ്മൻചാണ്ടി. KPCC അധ്യക്ഷനെ 2 ദിവസത്തിനകം തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. ചുരുളഴിയുന്ന ക്രൂരത. കുണ്ടറ പീഡന കേസിൽ അറസ്റ്റിലായ പ്രതി വിക്ടറിനെതിരെ വീണ്ടും കൊലപാതകാരോപണം. 2010-ൽ ദുരൂഹ സാഹചര്യത്തിൽ 14-കാരനെ വിക്ടറും അയാളുടെ മകനും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് അമ്മയുടെ വെളിപ്പെടുത്തൽ. കൊട്ടാരക്കര പോലീസിന് നൽകിയ പരാതിയിൽ മരണം സംബന്ധിച്ച് വീണ്ടും അന്വേഷണം. വിക്ടറിന്റെ അയൽവാസിയായി താമസിച്ചിരുന്ന കാലത്ത് ഇയാൾ തന്റെ മകളെ നിരന്തരം ശല്യം ചെയ്തിരുന്നതായി പരാതിക്കാരി. മകളെ മാനഭംഗപ്പെടുത്തുമെന്ന് വിക്ടർ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത മകനെ വിക്ടർ കൊന്നു കെട്ടിത്തൂക്കിയെന്നും അമ്മയുടെ ആരോപണം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.